know Christ more clearly, follow Christ more nearly, love Christ more dearly. കർത്താവിനെ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കുക, കർത്താവിനെ ഏറ്റവും അടുത്ത് നമ്മൾ അനുഗമിക്കുക, അവസാനം കർത്താവിനെ ഏറ്റവും അധികം നാം സ്നേഹിക്കുക എന്നതാണ് ഈ ക്ലാസിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നമ്മൾ ഇന്നലെ ചിന്തിച്ചത് നമ്മളെ ഗോഡ്ലിനെസ്സിലേക്ക് നമ്മളെ വളർത്തുവാൻ, നമ്മളെ ഗോഡ്ലിനെസ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യപ്പെടാൻ, നമ്മളെ ആ നിലയിൽ, ആ പക്വതയിലേക്ക്, പരിപക്വതയിലേക്ക് നമ്മളെ വളർത്തുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന 5 ഉപകരണങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അത് നിങ്ങളാണ് പറയണം. ഒന്നാമത്തെ ഉപകരണം ഏതായിരുന്നു? ഉച്ചത്തിൽ പറയണം. യോക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റോഡ്, വടി, അത് നമ്മുടെ ജീവിതത്തിൽ പരിപക്വതയിലേക്ക് നമ്മളെ നടത്തുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഉപകരണമാണ്. മൂന്നാമത്തേത് ഫയർ എന്നുള്ളതാണ്. ഫയറാണ് നമ്മളെ ശോധന ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. 4 ക്രോസ്, തന്നെത്താൻ തെറ്റിച്ച് തന്നെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കുക എന്ന പദം നമ്മൾ പഠിച്ചു. സമാപനമായിട്ട് നമ്മൾ തോൺ എന്നാണ്. ഇത് എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. മാത്രമല്ല, ഫയറിൻ്റെ 3 സ്വഭാവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഏതാണ് 3 സ്വഭാവങ്ങൾ? ഫയർ കൺസ്യൂംസ്, ഫയർ ക്ലെൻസസ്, ഫയർ ഇലൂമിനേറ്റ് എന്ന് പറഞ്ഞ 3 പദങ്ങളാണ് നമ്മൾ ഫയറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. അതെല്ലാം നമ്മളെ ഗോഡ്ലിനെസ്സിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇന്നലെ പഠിപ്പാൻ ഇടയായത്. മറ്റെന്തെങ്കിലും നമ്മൾ ഇന്നലെ പഠിച്ചു? ഇന്നലത്തെ ക്ലാസ്സിൽ 4 കൈൻഡ് ഓഫ് ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നമ്മളെ തന്നെ ഞാൻ ദൈവഭക്തിയിലേക്ക് വളർത്തപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ നമ്മെ തന്നെ പരിശോധിക്കാൻ 4 കാരണങ്ങളുണ്ട്. അതിലൊന്ന്, വാട്ട് പാഷനേറ്റ് മീ ആൻഡ് യു ദ മോസ്റ്റ്. 2, വാട്ട് വി തിങ്ക് ഓർ മെഡിറ്റേറ്റ് ദ മോസ്റ്റ്. ഏറ്റവും കൂടുതൽ നാം ചിന്തിക്കുന്നത് ആരെക്കുറിച്ചാണ്, അതനുസരിച്ചാണ് നാം ഗോഡ്ലിനെസ്സിലാണോ എന്ന് തിരിച്ചറിയുന്നത്. മൂന്നാമത്തേത്, വാട്ട് വി ടോക്ക് അബൌട്ട് ദി മോസ്റ്റ്. ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് ഏത് വിഷയത്തെ കുറിച്ചാണ്? അത് ഗോഡ്ലി ആണോ, ഡിവൈൻ ആണോ, അല്ലെങ്കിൽ ലോകപരമായ ചിന്തകളാണോ? അതിന്റെ അടിസ്ഥാനത്തിൽ നാം ദൈവസന്നിധിയിൽ വളരുന്നോ എന്ന പരിശോധനയ്ക്ക് അത് യഥാർത്ഥ മറുപടി നമുക്ക് നൽകും. 4-ാമത്തേത്, ടു ഹൂം വി ടോക്ക് ദ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരെക്കുറിച്ചാണ്, അല്ലെ, ഞാൻ ആരെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് സമയം കിട്ടുമ്പോൾ, സമയം ലഭ്യമാകുമ്പോഴൊക്കെ ഞാൻ ആരെക്കുറിച്ചാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ ഗോഡ്ലിനെസ്സിലേക്ക് വളരുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്ക് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിപ്പാൻ നമുക്ക് കഴിയും. നമ്മൾ ദൈവിക ബന്ധങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ സ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ 4 വിധത്തിലാണ് നമുക്ക് സ്നേഹത്തെ നമുക്ക് ദൈവശാസ്ത്രപരമായി നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിപ്പാൻ നമുക്ക് കഴിയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ആഴത്തിൽ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിപ്പാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കാരണം ബൈബിൾ സ്റ്റഡിയാണ്, വളരെ ശാന്തമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇംഗ്ലീഷിൽ കൂടി ആ കാര്യങ്ങൾ പറയാനുള്ള ശ്രമം നടത്തുന്നു. നിങ്ങൾ എന്നോട് കൂടെ സഹകരിക്കുമല്ലോ. 4 വിധത്തിലാണ് നമുക്ക് സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ അല്ലെങ്കിൽ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഫിലിയ എന്ന് പറയുന്ന പദമാണ്. ഫിലിയ എന്ന് പറയുന്ന പദം ബ്രദർലി ലവിനെ കാണിക്കുന്ന ഒന്നാണ്. എ പേഴ്സണൽ അറ്റാച്ച്മെന്റ് ആൻഡ് ഇമോഷണൽ ബോണ്ടിനെ കാണിക്കുന്ന ഒരു സ്നേഹമാണ് ഫിലിയ എന്ന് പറയുന്ന മൂലപദത്തിൽ നിന്ന് വരുന്ന ബ്രദർലി ലവ്. അത് സഹോദരങ്ങളോട്
നമുക്കുള്ള സ്നേഹത്തെ വിശേഷിപ്പിക്കേണ്ടതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു മൂലപദമാണ് ഫിലിയ എന്ന് പറയുന്ന പദം. രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് സ്റ്റോർഗെ എന്നാണ്. സ്റ്റോർഗെ, STORGE, സ്റ്റോർഗെ. സ്റ്റോർഗെ എന്ന് പറയുന്ന പദത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഫാമിലി ലവ് ആണ്, ഫാമിലി ബോണ്ടിങ്. മറ്റത് ബ്രദർലി ലവ് ആണ്. ബ്രദർലി ലവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൺ ബ്രദറുമായിട്ടുള്ള സ്നേഹമാകാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള മറ്റ് സഹോദരങ്ങളെ സഹോദര തുല്യം സ്നേഹിക്കുന്നതിനും നമുക്ക് ഫിലിയ എന്ന് പറയുന്ന പദം ഉപയോഗിക്കാം. രണ്ടാമത്തെ സ്റ്റോർഗിയാണ്, അത് ഫാമിലി ബോണ്ടിങ് ആണ്. എന്ന് പറഞ്ഞാൽ കുടുംബം, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധത്തെ ഒക്കെ നമുക്ക് ഫാമിലിയിൽ നമ്മളോട് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് സ്റ്റോർഗെ എന്ന് പറയുന്ന പദം. മൂന്നാമത് നമുക്ക് ഇറോസ് എന്ന് പറയുന്ന പദമാണ്, EROS. അത് നമുക്ക് കാണുവാൻ കഴിയുന്ന റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ്. അത് കൂടുതൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിലാണ് പ്രധാനമായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. റൊമാൻറ്റിക് തീർന്നവർക്ക് ഉള്ളതല്ല, റൊമാൻറ്റിക് ഇപ്പോഴും ആകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രയോജനമാണ്. ഈ വിവാഹം കഴിയുന്ന ആ വേളകളിൽ മാത്രം പോരാ നമ്മുടെ റൊമാൻറ്റിക് എന്ന് പറയുന്നത്. അത് പഴകും തോറും അല്പം റൊമാൻറ്റിക് നമുക്കാകാം എന്നുള്ളതിൽ ദൈവവചനം അതിൽ വിലക്കുന്നില്ല. പണ്ടാരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കല്യാണം കഴിച്ച് എവിടെയെങ്കിലും ഒരുമിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച്, പുതു മണവാളനും മണവാട്ടിയാണെങ്കിൽ അവർ കൈക്ക് പിടിച്ച് ആയിരിക്കും ബസ് സ്റ്റോപ്പിലേക്ക് യാത്ര. എന്ന വാഹന സൗകര്യങ്ങളില്ലല്ലോ, കൈക്ക് പിടിച്ചായിരിക്കും അവർ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നത്. മറ്റാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ഭയമോ ലജ്ജയോ കൂടാതെ അവർ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ഒരുമിച്ച് വരും. മുൻപിലാണെങ്കിൽ മുൻപിൽ, പുറകിലാണെങ്കിൽ പുറകിൽ, രണ്ടുപേരും ഒരുമിച്ച് കയറി ഒരുമിച്ച് ഒരേ സീറ്റിലാണ് സാധാരണ ഇരിക്കുന്ന ഒരു പതിവ് ആദിമ സ്നേഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ സ്നേഹം 1-2 വർഷം ഇങ്ങനെ പഴകി കഴിയുമ്പോൾ പിന്നെ കൈക്ക് പിടിച്ചല്ല ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നത്. ബസ് വരുമ്പോൾ ഭാര്യ മുന്നിൽ കയറും, ഭർത്താവ് പിന്നെ പുറകിൽ കയറും. അവളെ മുന്നിൽ കയറ്റിയിട്ട് നമ്മൾ പുറകിൽ കയറും. ഒരുമിച്ചിരിക്കുന്ന പതിവ് പിന്നെ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് വർഷം കൂടി പോകുമ്പോൾ ഭാര്യയോട് പറയും, നീ ഈ വണ്ടിക്ക് പോയിക്കോ, ഞാൻ അടുത്ത വണ്ടിക്ക് വരാം എന്നതിലേക്ക് നമ്മുടെ സ്നേഹം അല്പം കൂടി അകലുമെന്നാണ് പൊതുവെ പഴയ കാലത്തെ സ്നേഹത്തെക്കുറിച്ച് പൊതുവായിട്ട് ജനങ്ങൾ പറയുന്നത്. എന്നാൽ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മളെ വിവാഹം കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അതേ റൊമാൻറ്റിക്, അതേ സ്നേഹം നമുക്ക് തുടരാൻ കഴിയുന്ന ഒരു ബന്ധമാണ് ഫാമിലി ബോണ്ടിങ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിനെയാണ് നമുക്ക് ഇറോസ് എന്ന് പറയുന്ന പദത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അവസാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അഗപ്പെ എന്ന് പറയുന്ന ലവ് ആണ്. ആ ലവ് നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് നിൽക്കുന്ന ക്ലാസ്സിനോടനുബന്ധപ്പെട്ട് ആ വിഷയം നമ്മൾ അല്പമായി പഠിച്ചു. അഗപ്പെ എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്. ആ ലവ് ഡിവൈൻ ആണ്. ഡിവൈൻ എന്ന ദൈവത്തിന് നമ്മളോട് തോന്നിയ അൺകണ്ടീഷണൽ ലവ് ആണ്. നമ്മുടെ പ്രകൃതമോ നമ്മുടെ അശസ്തതയോ അപ്രാപ്തതയോ അയോഗ്യതകളോ നമ്മുടെ ക്വാളിഫിക്കേഷൻസോ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ ചുറ്റുപാടുകളോ നമ്മുടെ പാരമ്പര്യങ്ങളോ നമ്മുടെ ബോഡി സ്ട്രക്ചറോ ഒന്നും നോക്കാതെ നമ്മൾ സ്നേഹിച്ച ആ സ്നേഹമാണ് ഡിവൈൻ ലവ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് ദൈവത്തിന് നമ്മളോടുണ്ടായ സ്നേഹമാണ്. ആ സ്നേഹത്തെ നമുക്ക് അഗപ്പെ എന്ന് നമുക്ക് വിളിച്ചുകൊണ്ട് ആ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അപ്പൊ ഈ നിലകളിൽ 4 നിലകളിലാണ് ഈ സ്നേഹത്തെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നത്. എന്നാൽ എലിസബത്ത് എന്ന് പറയുന്ന ഒരു പണ്ഡിത, ആ സ്ത്രീയുടെ നിഗമനം അനുസരിച്ച് 8ഓളം സ്നേഹമുണ്ടെന്നാണ്. തൽക്കാലം നമ്മൾ അതിലേക്ക് പോകുന്നില്ല. 8ഓളം സ്നേഹമുണ്ടെന്നാണ്. നമ്മളിപ്പോൾ തൽക്കാലം 4 സ്നേഹത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളൂ. അവർക്ക് അതിനകത്ത് ഈ അനിമലിനോടുള്ള സ്നേഹവും അല്ലെങ്കിൽ നേച്ചറിനോടുള്ള സ്നേഹവും അതിനൊക്കെല്ലാം കണക്ട് ചെയ്ത് വേറെ ഒരു 4 സ്നേഹം കൂടി ഉണ്ട് എന്ന് ഒരു പണ്ഡിത പറഞ്ഞിട്ടുണ്ട്. ആ പണ്ഡിതയുടെ പേര് എലിസബത്ത് എന്നാണ്. നമ്മൾ അത് ആ നിലകളിൽ പഠിക്കാൻ ഇന്ന് ശ്രമിക്കുന്നില്ല. സമയം നമുക്ക് ഇന്ന് വളരെ പരിമിതമാണ്. നമ്മളിന്ന് കുറിവാക്യത്തിലേക്ക് വരികയാണ്. നമ്മുടെ കുറിവാക്യം 1 തിമോത്തി chapter 4 verse 7 and 8 ആണ്. ആ വാക്യം ശബ്ദം ഉയർത്തി വളരെ ശാന്തമായിട്ട് ഒരാളത് വായിച്ച് നിർത്തി വായിക്കും.
ഇവിടെ നമ്മൾ കാണുന്നത് രണ്ട് പ്രധാന ചിന്തകളിലേക്കാണ് തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്. രണ്ട് പ്രധാന ചിന്തകൾ. അതിലൊന്ന്, അവിടെ നമ്മൾ കാണുന്നത് എക്സസൈസ് thyself rather unto godliness. എട്ടാമത്തെ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ for bodily exercise profiteth little എന്നാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ അല്പസമയം നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ഭക്തിക്ക് ഒരു എക്സസൈസ് ആവശ്യമായിരിക്കുന്നത്. എക്സസൈസ് എന്ന പദം നമുക്ക് കാണാൻ കഴിയുന്നത് ഗുമാൻസോ എന്ന് പറയുന്ന മൂലപദത്തിൽ നിന്നാണ്. ഗുമാൻസോ എന്ന് പറയുന്ന പദത്തിന്റെ പ്രധാന രണ്ടർത്ഥങ്ങളാണ് വരുന്നത്. അതിലൊന്ന് എക്സസൈസ് യുവർ ഗോഡ്ലിനെസ് എന്ന് പറയുന്ന പദമായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടി ഗൗരവമായ ഒരു പദമുണ്ട്, ട്രെയിൻ അപ്പ് യുവർ ഗോഡ്ലിനെസ്. either train up അല്ലെങ്കിൽ എക്സസൈസ് യുവർ ഗോഡ്ലിനെസ് എന്നാണ് നമുക്ക് ഈ പദത്തിൽ പൗലോസ് പ്രധാനമായിട്ട് ഈ കാര്യങ്ങളെ വ്യക്തമാക്കി തരാൻ ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കി തരാൻ വളരെ ലളിതമായ ചിന്തയിൽ എട്ടാമത്തെ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ എക്സസൈസ് റിക്വയർഡ് ഫോർ അവർ ബോഡി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വരിക. അത് എക്സസൈസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ബോഡിക്ക് എക്സസൈസ് ആവശ്യമാണ് എന്ന നിലയിൽ ഒരു ചിന്തയാണ് പൗലോസ് ഇവിടെ കൊണ്ടുവരുന്നത്. എന്നാൽ ബോഡിക്ക് എക്സസൈസ് അഥവാ ട്രെയിനിങ് വേണമെന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് പൗലോസ് പറയുന്നത് ബോഡിക്ക് ആ നിലകളിൽ ഒരു ട്രെയിനിങ് കൊടുത്താലും എക്സസൈസ് കൊടുത്താലും അത് ലാസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അത് ഒരു ലോങ് ടേമിലേക്ക് നമുക്കതിനെ കണക്ട് ചെയ്യാൻ കഴിയുകയില്ലെന്നാണ്. അത് ടെമ്പററി ആണെന്നാണ് അവിടെ പൗലോസ് പ്രധാനമായിട്ട് നമ്മളോട് പറയുന്നത്. ശരീര അഭ്യാസം അല്പ പ്രയോജനമുള്ളത് അത്രേ. അല്പമായിട്ടുള്ള പ്രയോജനമേ ശരീര അഭ്യാസത്തിനുള്ളൂ എന്നാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. അപ്പോൾ ശരീരത്തിന് എക്സസൈസ് വേണ്ടത് ശരീരത്തെ സൂക്ഷിക്കാനാണ്. നമ്മുടെ ശരീരത്തെ ടേക്ക് കെയർ ഓഫ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് ട്രെയിനിങ്ങിന്റെ അല്ലെങ്കിൽ എക്സസൈസിന്റെ ആവശ്യമുണ്ട് എന്നാണ് പൗലോസ് തിമോത്തിയോസിനോട് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് നല്ല നിലയിൽ എക്സസൈസ് അല്ലെങ്കിൽ ബോഡി ട്രെയിൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില കാര്യങ്ങൾ നിഷിദ്ധമാണ്. പ്രത്യേകിച്ച് ഒരാള് സ്പോർട്സിൽ ഇൻവോൾവ് ആയാൽ, ഏതെങ്കിലും ഒരു അത്ലറ്റിക്കിലേക്ക് മുന്നോട്ട് കയറി വരാൻ താല്പര്യപ്പെട്ടാൽ അവരെ ആ നിലകളിൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അവർക്കൊരു കോച്ചുണ്ട്. ഒരു കോച്ചിന്റെ കീഴിലാണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരാളെ ട്രെയിനിങ്ങിന് വേണ്ടി അയക്കപ്പെടുന്നത്. ട്രെയിനിങ്ങിന് പോകുന്ന സമയം വരെ ഇദ്ദേഹത്തിന്റെ ഭക്ഷണ ക്രമീകരണങ്ങൾ, രാവിലെ എഴുന്നേൽക്കുന്ന സമയം, താഴെ എത്ര സമയം എക്സസൈസ് ചെയ്യപ്പെടണം, ഇങ്ങനെയുള്ള ഒരു വർജനങ്ങളും ഒരു കൃത്യനിഷ്ഠയും ഇല്ലാതിരിക്കുന്ന ഒരു മനുഷ്യൻ, അത് അദ്ദേഹത്തിന്റെ അത്ലറ്റിക് അല്ലെങ്കിൽ സ്പോർട്സ് സംബന്ധമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുമ്പോൾ അദ്ദേഹം ഒരു ട്രെയിനറിന്റെ കീഴിലേക്ക് വരികയാണ്. ഇവിടെ ട്രെയിൻ അപ്പ് യുവർ ഗോഡ്ലിനെസ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ട്രെയിൻ അപ്പ് യുവർ ബോഡി എന്ന വിഷയത്തിലേക്കാണ് ആദ്യം വരുന്നത്. പക്ഷെ ട്രെയിൻ അപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് നിലകളിൽ നമ്മുടെ ബോഡിയെ നമുക്ക് ട്രെയിൻ ചെയ്യാം. ഐ ക്യാൻ ട്രെയിൻ myself, otherwise I can ask somebody to train me. ഒന്നെങ്കിൽ എനിക്ക് എൻ്റെ ശരീരത്തെ പ്രയോജനമുള്ളതാക്കാൻ എനിക്ക് എക്സസൈസ് ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് ഒരു
നിൽക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം സ്വയം ചെയ്യുന്ന ട്രെയിനിങ് പര്യാപ്തമായി വരികയില്ല. കാരണം ആ നിലയിൽ അങ്ങനെയുള്ള അനവധി കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് ഒരു നല്ല സ്പോർട്സ്മാനായി മാറ്റിയെടുക്കാൻ കഴിവുള്ള ട്രെയിനേഴ്സിന്റെ അണ്ടറിൽ ഇവർ ട്രെയിനിങ്ങിന് പോവുകയാണ്. ഒരു ട്രെയിനറിന്റെ കീഴിലേക്ക് വരുമ്പോഴേക്ക് ഒത്തിരി വിഷയങ്ങൾ ഇവിടെ നാം മനഃപൂർവ്വമായി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അതിലൊന്നാണ് നമ്മുടെ സമയ ക്രമീകരണങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പിന്നെ നമ്മൾ പറയുന്ന സമയം, നമുക്ക് ഇഷ്ടമുള്ള സമയത്തല്ല നമ്മൾ എഴുന്നേൽക്കുന്നത്, ട്രെയിനർ പറയുന്ന സമയത്താണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ ഒരു വർജനം ഉണ്ടാകും. നമ്മൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ട്രെയിനറാണ്. നമ്മൾ എത്ര മണിക്കൂർ എക്സസൈസ് ചെയ്യണം, നമ്മൾ ഏത് നിലയിലുള്ള വസ്ത്രം ധരിക്കണം, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സാധാരണ ചെയ്തു വരുന്ന എല്ലാ ദൈനംദിന ക്രിയകളിൽ നിന്നും നമുക്കൊരു വ്യത്യസ്തമായ ഒരു ട്രെയിനിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ഞാൻ എന്താകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാകിയാൽ ഞാൻ എന്നെ തന്നെ ട്രെയിനിങ്ങിന് വേണ്ടി സമർപ്പിക്കുന്ന ആ അനുഭവത്തെയാണ് നമുക്ക് മറ്റൊരാളെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടതായ ആവശ്യത്തെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് ട്രെയിൻ അപ്പ് യുവർ ബോഡി, ഈവൻ ദോ അത് ടെമ്പററി ആണെങ്കിലും യു ഷുഡ് എക്സർസൈസ്, യു ഷുഡ് ട്രെയിൻ യുവർ ബോഡി. അപ്പോൾ ശരീരത്തെ ഈ ഭൂമിയിൽ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിലനിൽക്കാത്ത ഈ ശരീരത്തിന് ഈ ഭൂമിയിൽ ആയിരിക്കുന്ന നാളോളം ആരോഗ്യമുള്ളതായി ഈ ശരീരം ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ ഈ ശരീരത്തിന് ട്രെയിനിങ് അഥവാ എക്സസൈസ് വേണമെന്ന് ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നെങ്കിൽ, അനുശാസിക്കുന്നെങ്കിൽ, ഇതിനേക്കാൾ എത്ര ഗൗരവമുള്ള ഒരു ചിന്തയാണ് നമ്മൾ നമ്മുടെ ഗോഡ്ലിനെസ്സിന് എക്സസൈസ് വേണം എന്ന ചിന്തയിലേക്ക് വരുമ്പോൾ. നമ്മൾ സാധാരണ ഇതിനെക്കുറിച്ച് വളരെ പരിമിതമായി നമ്മൾ കാഴ്ചപ്പാടേ നമുക്കുള്ളൂ. നമ്മൾ ശരീരത്തെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് പച്ചയായ സത്യമാണ്. നമുക്ക് എന്ത് കഴിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. പലപ്പോഴും നമ്മുടെ അതിയായ ആഗ്രഹം കൊണ്ട് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കുറഞ്ഞത് എന്ത് കഴിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യരുത് എന്ത് ചെയ്യണം എന്നുള്ളതിൽ നമുക്ക് കുറെ കൂടിയൊക്കെ അറിവുണ്ട്. എന്നാൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു ശിഷ്യനോട്, ഒരു ശുശ്രൂഷകനോട് പൗലോസ് പറയുകയാണ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് എനിക്ക് ഗോഡ്ലിനെസ് കൾട്ടിവേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ എനിക്ക് ആ നിലകളിൽ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്. നമുക്കറിയാം അങ്ങനെ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ട്രെയിനറിന്റെ ആവശ്യമുണ്ടെങ്കിൽ അത് മറ്റാരും ആകയില്ല. ഒന്നെങ്കിൽ എനിക്ക് എന്നെ തന്നെ ട്രെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ട്രെയിൻ ചെയ്യാൻ ദൈവം അയച്ചിരിക്കുന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നാം ട്രെയിൻ ചെയ്യപ്പെടാം. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മൾ സകല സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, വഴി നടന്ന പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തി ഈ മരുഭൂയാത്രയിൽ നമ്മളെ ഗോഡ്ലിനെസ്സിലേക്ക് കണക്ട് ചെയ്യാൻ എപ്പോഴും ഒരു കംഫർട്ടറായി, സഹായകനായി നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കാം. ഈ പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ജീവൻ